ജമ്മു കശ്മീരിൽ വാഹനാപകടത്തിൽ 2 സൈനികർ മരിച്ചു. റംബാനിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ എന്താണ് ബൽറാം? റീജിത്ത്, റംബാനിലെ ബാറ്ററി ചസ്മ എന്ന മേഖലയിലാണ് ഈ അപകടം ഉണ്ടായത്. 2 ജവാന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനം തെന്നി കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. അപകടം ഉണ്ടായ ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഏറെ ആഴമുള്ള ഒരു കൊക്കയിലേക്കാണ് ഈ വാഹനം വീണത്. തുടർന്ന് നാട്ടുകാരും സൈന്യവും ഒന്നിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇരുവരെയും പരിക്കേറ്റ് താഴെ കിടക്കുന്ന നിലയിലായിരുന്നു ഈ 2 പേരും ഉണ്ടായിരുന്നത്. ഇവരെ മുകളിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ അപകടത്തിന്റെ കാരണം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 19-ാം തീയതി ഏപ്രിൽ 19-ന് വലിയ തോതിലുള്ള മഴയെ തുടർന്ന് ഈ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. തുടർന്ന് ഈ റോഡ് ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത്. ഇത് അപകട സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇന്നലെ വീണ്ടും ഈ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും ഗതാഗതത്തിന് റോഡ് തുറന്നു കൊടുക്കുകയായിരുന്നു റംബാനിൽ. അതിനിടെയാണ് അപകടമുണ്ടായത്. ജമ്മു കശ്മീരിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ട്. ഈ റംബാൻ അടക്കമുള്ള മേഖലകളിൽ മഴയുണ്ട്. ഈ ശക്തമായ മഴയെ തുടർന്നുണ്ടായാണോ ഈ അപകടം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. 2 സൈനികർക്ക് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായതായുള്ള സ്ഥിരീകരണമുണ്ട്. മറ്റ് അപകട കാരണങ്ങൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റീജിത്ത്, ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.